ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ 9, 10, 11 വചനങ്ങൾ. അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നദ്റതൻ വസുറൂറ. സദഖല്ലാഹുൽ അളീം. ചരിത്രപരമായി മനോഹരമായ ഓർമ്മകളെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വചനമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ, അവരുടെ പ്രിയതമൻ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മഹോന്നതമായ ഒരു സംസ്കൃതിയുടെ, ഒരു സ്വഭാവ വിശുദ്ധിയുടെ ഭാവം പരിശുദ്ധ ഖുർആൻ പ്രകീർത്തിച്ചുകൊണ്ട് വന്നതാണ്. ഈ പരിശുദ്ധ ഖുർആനിക വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകളൊക്കെ ആ ചരിത്രത്തിലേക്ക് ഈ വചനത്തെ വിരൽ ചൂണ്ടുന്നുണ്ട്. ശരിയാണ്, നല്ല ഓർമ്മകളും മാതൃകകളുമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. പ്രവാചകരുടെ പ്രിയപ്പെട്ട കുടുംബം സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാന്റെ വീട്ടിലേക്ക് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, അവരുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വരുന്നു. വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതെ വല്ലതും നൽകണമേ എന്ന് കൈകാട്ടി ചോദിച്ചപ്പോൾ അവര് നോമ്പ് നോറ്റിട്ടുണ്ട്. നോമ്പ് തുറക്കുവാൻ വേണ്ടി ഒരുക്കി വെച്ച വളരെ ഹ്രസ്വമായ എന്തോ ഉണ്ട് അവിടെ. വഅഹ്ലുൽ ബൈത്ത് അത്അമു സാഇൽ റഗീഫ ശഈരിൻ. ഒരു പത്തിരി നോമ്പ് തുറക്കാൻ വേണ്ടി അവരൊരുക്കി വെച്ചത് റൊട്ടിയായിരുന്നു. അത് ആ പാവപ്പെട്ട മിസ്കീൻ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തു. നോമ്പ് തുറക്കാനൊന്നുമില്ലാതെ സയ്യിദുന അലിയും ഫാത്തിമത്തു സഹ്റയും പച്ചവെള്ളവും മറ്റുമായി ഒപ്പിച്ചു. തുടർന്ന് അടുത്ത ദിവസവും അവര് നോമ്പുകാരാണ്. ഉള്ളതെല്ലാം ഒപ്പിച്ചെടുത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോഴും വരുന്നു ഒരു മനുഷ്യൻ, കൈകാട്ടുന്നു ദൂരെ നിന്ന്. തങ്ങളുടെ വിശപ്പിനെ പരിഗണിക്കാതെ പരാർത്ഥതാഭാവത്തിൽ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാനത് ബിഹിം ഖസാസ. നോമ്പ് തുറക്കാൻ ആകെയുള്ളത് വീട്ടിൽ ഒരുക്കിയ കുറച്ച് റൊട്ടിയും കുറച്ച് കാരക്കയും അതുപോലുള്ളതാണ്. രണ്ടാമത്തെ ദിവസവും ചോദിച്ചു വന്നവർക്ക് അത് വെച്ചു നീട്ടി. ഇതായിരുന്നു അഹ്ലുൽ ബൈത്തിന്റെ സ്വഭാവം. അടുത്ത ദിവസവും ഇതുപോലെ നോമ്പിൽ, വിശപ്പിൽ, നോമ്പ് തുറക്കാൻ കൂടുതലൊരു വിഭവം ഇല്ലാതെ നിൽക്കുന്ന വീട്ടിലേക്ക് അന്ന് ദൂരെ നിന്ന് കൈകാട്ടുന്നത് ഒരു തടവുപുള്ളിയാണ്, അസീർ. അസീർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം സമാജത്തെ അപകടപ്പെടുത്താനും ഇസ്ലാമിക രാജ്യത്തിന് ദോഷം വരുത്താനും വരുന്നയാളെ പിടികൂടി തടവിലാക്കും. അതാണ് അസീർ. ഇസ്ലാം സ്വീകരിച്ചാൽ സ്വാഭാവികമായും വിമോചിതരാവും. ഇവിടെ ചോദിക്കാൻ വന്നയാൾ ഇപ്പോഴും അസീറാണ്, ശത്രുവാണ്, എതിരാളിയാണ്, അന്യമതസ്ഥനാണ്. എന്നിട്ടും ആ തടവുപുള്ളിയായ അന്യമതക്കാരന് തങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഒന്നും അവശേഷിപ്പിക്കാതെ വീട്ടിലുള്ളത് എടുത്തു കൊടുത്തു. അല്ലാഹു വാനലോകത്തു നിന്നും പ്രശംസിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ എന്നും പാരായണം ചെയ്യാൻ അഹ്ലുൽ ബൈത്തിന്റെ ഈ സ്വഭാവ ഗുണത്തെ പ്രശംസിക്കുകയായിരുന്നു. മിസ്കീനൻ വയതീമൻ വ അസീറൻ, 3 വിഭാഗത്തെയും ഊട്ടുക, അവരെ ആഹരിപ്പിക്കുക. ഇതാണ് അഹ്ലുൽ ബൈത്തിന്റെ ധർമ്മം.
ചരിത്രപരമായി സയ്യിദ്ന അലിയുടെയും ഫാത്തിമത്തു സഹ്റാവിൻ്റെയും ആ ഒരു പരാർത്ഥതാ ഭാവവും പരസഹായവും കാരുണ്യ പ്രവർത്തനവുമാണ് ഈ വിശുദ്ധ വചനത്തിലെ ചരിത്രപരമായ ഇതിവൃത്തം. അവരെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ലാഹി, ഞങ്ങൾ ഈ വിധം ആഹാരം നൽകിയത് അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറൻ, തങ്ങൾ സഹായിക്കുന്ന, കാരുണ്യം അർപ്പിക്കുന്ന ഏതൊരാളിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതിനുവേണ്ടിയല്ല അവരാ പുണ്യം ചെയ്തത്, മറിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഖൗഫുമാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, പരലോക നാളിൽ അള്ളാഹുവിന്റെ ഉദാത്തമായ പ്രതിഫലം ലഭിക്കാനാണ് ഞങ്ങൾ ഇത് ചെയ്തത്. തന്മൂലം അല്ലാഹു തആല അവർക്ക് ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നദ്റത്തൻ വസുറൂറ, അന്ത്യനാളിൽ പരലോകം ദിവസത്തിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിനയുമില്ല. അള്ളാഹു അവരെ സംപ്രീതിയോടുകൂടി സന്തോഷവാനായി ഏറ്റെടുക്കുന്നു, അവരെ സ്വീകരിക്കുന്നു അല്ലാഹു തആല. ഇത് അഹ്ലുൽ ബൈത്തിന് മാത്രം ബാധകമല്ല. ഈ സ്വഭാവ ഗുണങ്ങൾ ആരൊക്കെയാണോ പുലർത്തുന്നത് അവർക്കൊക്കെയുള്ളതാണ്. മൗലികമായി അലി ഫാത്തിമ ദമ്പതികളെ പറ്റി പറഞ്ഞതാണെങ്കിലും ഇപ്പൊ നമ്മളെല്ലാവരും നമുക്ക് ആവശ്യമുണ്ടാകുമ്പോഴും പാവപ്പെട്ടവര്, യതീം, മിസ്കീന്, അസീർ ഇവരൊക്കെ വരുമ്പോ കൈകാട്ടുമ്പോൾ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് ഒരു പ്രതിഫലം ആഗ്രഹിക്കരുത്, നന്ദി വാക്കുപോലും. ഇതാണ് ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ ഉദാത്തമായ സ്വഭാവം. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി തങ്ങളുടെ കൈകളിലുള്ളതിനെ ആവശ്യക്കാർക്ക് നൽകുക, സമ്മാനിക്കുക. ഇത് പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് സൂറത്തുൽ ഇൻസാനിലെ 9, 10, 11 വചനങ്ങളിൽ നിന്ന് നാം ബാഹ്യമായി അറിയുന്നത്. പരിഭാഷകളും വ്യാഖ്യാനങ്ങളും ഒക്കെ അങ്ങനെയാണ്. എന്നാൽ ഇവിടെ പൊരുളുകളുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അഹ്ലുൽ ബൈത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ്. ഫാത്തിമ അലി ദമ്പതികളുടെ താവഴിക്കാരായി വരുന്ന ദുർരിയത്തും ഇത്രത്തും ആലുൽ ബൈത്തുമാകുന്ന അഹ്ലുൽ ബൈത്ത് അവരെന്താണ് കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ ആധ്യാത്മികമായ വഴിയിലേക്ക് ഈ വിശുദ്ധ വചനം വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മുടെ ആദരണീയരായ ഗുരുനാഥർ ഈ ഒരു ഭാഗം തുറന്നു വെച്ചപ്പോഴാണ് വ്യാഖ്യാനങ്ങളിൽ പലപ്പോഴും കേൾക്കാത്ത, എവിടെയും വായിക്കാൻ കഴിയാത്ത ഈ ഒരു വലിയ ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ആഴമേറിയ സന്ദേശം ഗ്രഹിക്കാൻ കഴിഞ്ഞത്. അവിടെ ഒന്നുണ്ട്, യതീമൻ, മിസ്കീനൻ, അസീറൻ. എല്ലാ കാലത്തും മുസ്ലിം വിഭാഗം സഹായം നൽകേണ്ടത്, കാരുണ്യം നൽകേണ്ടത് തങ്ങളുടെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല എന്നും, യതീമിനും മിസ്കീനിനും എതിർ വിഭാഗക്കാരനായി നിൽക്കുന്ന തടവ് പുള്ളിക്കും കൊടുക്കണമെന്ന വിശാലമായ ഒരു മതേതരത്വ ഭാവത്തിന്റെ, മനുഷ്യ സൗഹൃദത്തിന്റെ ഒരു സന്ദേശം ഇത് ഈ പരിശുദ്ധ വചനം തെളിയിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാവരും പറയാറുണ്ട്. എന്നാൽ ആധ്യാത്മികമായി ഇവിടെ അഹ്ലുൽ ബൈത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻവാറുകളെ, മദദിനെ, സിറിനെ സ്വീകരിച്ച ഗുരുപരമ്പരയിലുള്ള മഹാത്മാക്കളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവര് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യമാണിത്. ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ലാഹി. അവര് ആഹരിപ്പിക്കുന്നു. ആരെയൊക്കെ? മിസ്കീനൻ വയതീമൻ വ അസീറൻ. അതെ, തങ്ങളെ പ്രാപിക്കുന്ന ശിഷ്യഗണങ്ങൾ തങ്ങളോട് സംസ്കൃതി ആവശ്യപ്പെടുന്ന, സംശുദ്ധി ആവശ്യപ്പെടുന്ന, തസ്കിയത്ത് തത്വഹീർ ആഗ്രഹിക്കുന്ന ഏത് വിഭാഗം, ഏത് ജനം വന്നാലും അവര് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ലാഹി.
ഇവിടെ ആഹാരം കൊടുക്കുക, റൊട്ടി കൊടുക്കുക, കാരക്ക കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നൊരർത്ഥം ബാഹ്യമായും ചരിത്രപരമായും നമുക്കതറിയാം. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ പ്രയോഗത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും പദങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉന്നതമായ അർത്ഥതലങ്ങളെ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബഹുവന്യരായ ഗുരുനാഥർ അത് തുറന്നു വെച്ചപ്പോഴാണ് വിസ്മയിച്ചു പോയത്. ഇന്നമാനു തുഴൈമുക്കും, ഞങ്ങളെ സമീപിക്കുന്ന ആവശ്യക്കാരെ ആഹരിപ്പിക്കുന്നു, ഭക്ഷണം നൽകുന്നു എന്നർത്ഥം. എന്നാൽ അതിലും വലിയ ഒരർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഇന്തിഖാലുൽ ഖസായിസ്. ആധ്യാത്മിക ഗുരുനാഥന്മാരോട് സ്നേഹസമ്പർക്കത്തോടെ സഹവാസത്തിന് വന്നാൽ, ശിഷ്യത്വം സ്വീകരിച്ചു വന്നാൽ, അവരുടെ സിദ്ധിവിശേഷങ്ങളും ഗുണനിലവാരങ്ങളും അവരെ സമീപിക്കുന്ന ശിഷ്യഗണങ്ങളിലേക്കും കൂടെ അവർ പകർന്നു കൊടുക്കും. അതെ, ഗുരുനാഥന്മാർ കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും തഖ്വയും ഖശിയത്തും ഖൗഫും ഇനാബത്തും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളെയെല്ലാം ക്രമേണ ശിഷ്യഗണങ്ങളിലേക്ക് അവർ പകർന്നു കൊടുക്കും. ഇവിടെ ഇന്നമാനു തുഴൈമുഖും ലി വജിഹില്ലാഹി എന്ന് പറഞ്ഞത് കേവലം ഭൗതികമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല. അവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ, അവരെ നാം വാരിപ്പുണർന്ന് പുൽകുമ്പോൾ, നാം അറിയാതെ അവരുടെ ഗുണഗണങ്ങൾ നമ്മളിലേക്ക് ആവാഹിക്കും. അവരുടെ ആ സ്നേഹഭാവം, കാരുണ്യ രീതി, അവരുടെ കൂടെ നടന്ന് കൽബും ശരീരവും സഹവസിക്കുമ്പോൾ അവരിലൂടെ നമുക്ക് സംജാതമായി തീരും. ഇതിന് ഗുരുനാഥൻ ഒരു ഉദാഹരണം പറഞ്ഞത് കാന്തവും ഇരുമ്പും എന്നതാണ്. കാന്തിക ശക്തി അപാരമാണ്. അത് നാച്ചുറലായിട്ടുള്ളതുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ളതുണ്ട്. ഈ കാന്തത്തോട് ശുദ്ധമായ ഇരുമ്പിനെ ഒട്ടിച്ചു വെച്ചാൽ കാന്തത്തിന്റെ ഗുണം, കാന്തിക ഗുണം ഇരുമ്പിലേക്ക് പകർന്നു വരും. ആ ഇരുമ്പിൻ കഷ്ണത്തിലേക്ക് വേറെ ഒരു ഇരുമ്പും കഷ്ണത്തെ അടുത്തു വെച്ചാൽ അതിലേക്കും കാന്തത്തിന്റെ ഗുണം ലഭിക്കും. തൊട്ടടുത്ത് വീണ്ടും ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടുവച്ചാൽ അങ്ങനെ അനന്തമായി ഈ അടിസ്ഥാന ഗുണം, കാന്തത്തിന്റെ ഗുണം, കാന്തിക ഗുണം അതിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഇരുമ്പിന് ലഭിക്കും. ഇരുമ്പിന്റെ പ്ലാസ്റ്റിക് കവർ നീക്കം ചെയ്യണം. ഇരുമ്പിന്റെ പുറം ലോകത്തുള്ള കീടങ്ങളും അഴുക്കുകളും അതെല്ലാം എടുത്തു മാറ്റി ഇരുമ്പിന്റെ തനി സ്വഭാവം കാണിക്കണം. അപ്പോഴാണ് കാന്തത്തോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുക. കാന്തത്തോടുള്ള ബന്ധം ദീർഘകാലം ഉപേക്ഷിച്ചാൽ ഇരുമ്പ് വീണ്ടും പഴയ ഇരുമ്പായി മാറും. ഗുരുജനങ്ങളുമായുള്ള ഈ ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെയൊരു വ്യാഖ്യാനം വളരെ സന്തോഷകരമാണ്. ആധ്യാത്മിക വിചാരത്തിൽ ഗുരുനാഥൻ അൽ മഗ്നത, മാഗ്നറ്റിക് ആണ്, കാന്തിക പവറുള്ളതാണ്. റബ്ബാനിയായ അൻവാറുകളെയും അസ്രാറുകളെയും കൽബകത്ത് സൂക്ഷിക്കുന്ന നിയോഗ പുരുഷന്മാരാണ്. ശിഷ്യഗണങ്ങളായി സമീപിക്കുന്നവരെല്ലാം ആ കാന്തിക ഗുണത്തെ സമാർജിക്കാൻ പാകമുള്ള ഇരുമ്പാണ്. ഇവിടെ സ്വർണമോ വെള്ളിയോ ആയിട്ട് കാര്യമില്ല. ശിഷ്യരെപ്പോഴും കാന്തത്തോടടുക്കണമെങ്കിൽ ഇരുമ്പാകണം. ഇരുമ്പിന്റെ സവിശേഷ ഭാവം നിലനിർത്തണം. അവർക്ക് ഗുരുവിനെ പ്രാപിക്കാൻ കഴിയൂ എന്നർത്ഥം. ഈ ഉദാഹരണത്തിൽ ഖുർആനിക വചനത്തിന്റെ ആ പ്രയോഗം മിസ്കീനൻ വ യതീമൻ വ അസീറൻ, തങ്ങളെ സമീപിക്കുന്ന പരിപാലനത്തിന്, ശിക്ഷണത്തിന് വരുന്ന സാധകരുടെ, ശിഷ്യരുടെ, മുരീദുമാരുടെ വ്യത്യസ്ത ഭാവങ്ങളാണത്. അദുവിനെ പോലെ, ശത്രുവിനെ പോലെ പെരുമാറിയവര്, ആധ്യാത്മികമായി ദരിദ്രവാസികൾ, ഉയർന്നു കിട്ടണം ഈശ്വരീയമായ ഗുണങ്ങളെ, അള്ളാഹുവിന്റെ സ്വഭാവ ഗുണങ്ങളെ സമാർജിക്കണമെന്ന് കരുതി വരുന്നവരുണ്ട്. വിശപ്പോടുകൂടി, ദാഹത്തോടുകൂടി
ഗുരുവിനെ പ്രാപിക്കുമ്പോൾ അവര് നൽകുന്ന സമ്മാനമാണ് ഇന്നമാനു തൊഴിമുക്കും ലിവജിഹില്ലായി, അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവര് അടുപ്പിച്ച് നിർത്തി കൂട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ച് തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ ഈമാനികമായ ഇഹ്സാനികമായ സ്നേഹകാരുണ്യത്തിന്റെ ഉയർന്ന തലങ്ങൾ ശിഷ്യരിലേക്കും പകർന്നു കൊടുക്കുകയാണ്. കാന്തവും ഇരുമ്പും പോലെയുള്ള ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം. എന്നാൽ ഈ പരിശുദ്ധ വചനത്തിന്റെ മുൻപിൽ ഭാഷാപരമായി തന്നെ ഇണങ്ങുന്ന മറ്റൊരർത്ഥതലം അഭിന്ദ്യരായ ഗുരുനാഥർ പറയുകയുണ്ടായി. ഇന്നമാനു തൊഴിമുക്കും ചരിത്രപരമായി ഒരിക്കൽ കടന്നുപോയ ഒരു വിഷയമല്ല ഇത്, മുവാരിയാണ്. നുതൊഴിമുക്കും ആ പ്രക്രിയ എപ്പോഴും തുടരുകയാണ്. എല്ലാ കാലത്തും അഹ്ലുൽ ബൈത്ത് ആധ്യാത്മിക നിയോഗം ലഭിച്ച മഹാത്മാക്കൾ നുതൊഴിമുക്കും അവരെ സമീപിക്കുന്ന ശിഷ്യഗണങ്ങളെ നുതൊഴിമുക്കും. ഇവിടെയാണ് അറബി ഭാഷ ഇത്രമേൽ പുരോഗമിച്ചിട്ടും ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്. അതായത് പെട്ടെന്ന് മനസ്സിലാകും എല്ലാവർക്കും, ഇന്തിഖാലുൽ ഖസായിസ്, അടിസ്ഥാന മൂലകത്തിന്റെ ഗുണം അതിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിലേക്കും പകർന്നു കൊടുക്കുന്ന വിദ്യ. ഇത് കാർഷിക വൃത്തിയിൽ വ്യക്തമാണ്. ഗ്രാഫ്റ്റിംഗ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? ഒട്ടുമാവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒട്ടിക്കൽ എന്ന ഈ പ്രക്രിയ കാർഷിക സർവകലാശാലകളെല്ലാം ഉയർന്ന ഗവേഷണത്തിൽ ഇത് വിജയിപ്പിച്ചെടുത്തു. രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ല ശേഷിയുള്ള അടിസ്ഥാന ചെടി, അടിസ്ഥാന സസ്യത്തെ എടുക്കുക, അതിന് സ്റ്റോക്ക് എന്നാണ് ഗ്രാഫ്റ്റിംഗിൽ പറയുക. അതിലേക്ക് നല്ല വിളവ് നൽകാൻ പറ്റുന്ന ഉന്നതമായ രുചിയുള്ള നല്ല കൊമ്പിനെ ചേർത്ത് കൊടുക്കുക, സയൻ. എന്നിട്ട് പുറത്തുനിന്ന് ഒന്നും ഭവിക്കാതിരിക്കാൻ നല്ല പോലെ വെച്ച് കെട്ടുക, പ്ലാസ്റ്റിക് കവറിൽ ഒതുക്കി വെക്കുക. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട് ഈ അടിസ്ഥാന ചെടിയുടെ ഗുണങ്ങൾ ഗ്രാഫ്റ്റിംഗിലേക്ക് പരസ്പരം ബന്ധിക്കുന്നു. പ്രതിരോധമുണ്ടാകുന്നു, പെട്ടെന്ന് വളരുന്നു. എന്നാൽ ഈ രണ്ട് ചെടികളുടെയും ഗുണം ഒന്നായിത്തീരുന്നു. അൽ ഇത്ആം എന്ന് നമ്മൾ പറയുന്നത് ആഹാരം കൊടുക്കുന്ന അറബി ഭാഷയിലെ പ്രയോഗമാണെങ്കിൽ, ഗ്രാഫ്റ്റിംഗ് എന്നതിന് അറബി ഡിക്ഷണറികളിൽ അത്തൊഴ്മ എന്നാണ് പറയുന്നത്. അത്തൊഴ്മ. എങ്ങനെയാണ് ഇത് ഇങ്ങനെ യോജിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുക. അതായത് ഗുരുനാഥർ നിയോഗ വ്യക്തിത്വങ്ങളാണ്. അവർക്ക് ഇലാഹിയായ റബ്ബാനിയായ അൻവാറുകളും അസ്രാറുകളും എമ്പാടും സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് സ്നേഹം മാത്രമേ അറിയൂ, കാരുണ്യം മാത്രമേ അറിയൂ. അവർ വിശാലരാണ്, അവർ സൗഹാർദ്ദമുള്ളവരാണ്, അവർ വിട്ടുവീഴ്ചയുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്. ഈ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ള അടിസ്ഥാന ചെടിയിലേക്ക് പുറത്തുനിന്നുള്ള ഒരു കൊമ്പ് കൊണ്ടുവരികയാണ്. അടിസ്ഥാന ചെടിക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും, അത് വളർന്ന് വലുതായിട്ടുണ്ടായിരിക്കും, അവയുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരിക്കും, അത് പെട്ടെന്നൊന്നും തളർന്നു പോവുകയില്ല. അതിലേക്കാണ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. നല്ല വിളവും പ്രതിരോധശേഷിയുമുള്ള ഈ പുതിയ ചെടിയെ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്, അടിസ്ഥാനത്തിലേക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യുകയാണ്. അതോടുകൂടെ സംഭവിക്കുന്നത് എന്താണ്? ഈ മോശപ്പെട്ട് കിടന്നിരുന്ന ഫലങ്ങൾ തരാത്ത, അല്ലെങ്കിൽ മധുരമുള്ള മാങ്ങ തരാത്ത, നല്ലപോലെ ചക്ക കായ്ക്കാത്ത, അതും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ പുതിയ കമ്പും തമ്മിൽ ഗ്രാഫ്റ്റിംഗ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒട്ടുമാവിനെ പറ്റി അറിയാം, പ്ലാവ്, അതുപോലെ റോസാപ്പൂവ് കൂടുതലായി നടക്കുന്നത് ഗ്രാഫ്റ്റിംഗ്. നഴ്സറികളിലൊക്കെ ചെറിയ പൂവ് മാത്രം വല്ലപ്പോഴും ഒക്കെ നൽകുന്ന കരുത്തുള്ള ചെടിയുടെ കൊമ്പ് വെട്ടിയെടുക്കുക. അതിലുള്ള പൂവുകൾ വളരെ ചെറുതാണ്,
തീരെ വളരുകയുമില്ല. പൂവുകൾ എല്ലാ കാലത്തും നിലനിൽക്കുകയുമില്ല. എന്നാൽ ഗ്രാഫ്റ്റിങ്ങോടുകൂടി എന്ത് ചെയ്യുന്നു? നഴ്സറികളിൽ നാം കാണുന്നതാണ്. വലിയ പൂവുകൾ നൽകുന്ന, രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു പുതിയ കാർഷിക ലോകം അവിടെ തുടങ്ങുകയാണ്. അതാണ് ഗ്രാഫ്റ്റിംഗ്. ഗുരുശിഷ്യ ബന്ധത്തിലൂടെ രണ്ടു ഗുണങ്ങളും ഒന്നായിത്തീരുന്ന അവസ്ഥ. ഇതാണ്, ഇതിലേക്ക് സൂചനയാണ് ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഇവിടെ ഗ്രാഫ്റ്റിംഗ് എന്ന അത്തുഅമ പരിശുദ്ധ ഖുർആനിലെ ഇത്ആം എന്ന പ്രയോഗത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ ചിന്ത ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഗുരുനാഥന്മാര് ശിഷ്യഗണങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ കൊടുക്കുന്ന ആഹാരം പ്രണയമാണ്, സ്നേഹമാണ്. അവര് അടിസ്ഥാന ചെടിയിലുള്ള അളവില്ലാത്ത സ്നേഹകാരുണ്യത്തെ അവർ നൽകുകയാണ്. അതെ, അവരുടെ മുമ്പിൽ നാം അസീറായിത്തീരണം. ഗുരുനാഥന്മാരുടെ ഗുണങ്ങളെ നമ്മളിലേക്ക് ഗ്രാഫ്റ്റിങ്ങിലൂടെ, ഇത്ആമിലൂടെ, അത്തുഅമയിലൂടെ ലഭിക്കണമെങ്കിൽ നാം എപ്പോഴും അസീറായിത്തീരണം. സൂഫി ഗുരുക്കന്മാര് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫമാ ഖൗലുൽ മുഅന്ന അസീറ ജമാലിക്കും. നിങ്ങളുടെ ജമാലിയത്തിന്റെ മുൻപിൽ, സൗന്ദര്യഭാവത്തിന്റെ മുൻപിൽ തടവുപുള്ളിയായി കിടക്കുകയാണ് ഞാൻ. ഈ അസീറും അവരിലേക്ക് വിനയഭാവം കാണിക്കുന്ന മിസ്കീനും അവരിലേക്ക് എപ്പോഴും ഇല്ലായ്മയുടെ, വിഷമത്തിന്റെ, ഇഅ്ജാസിന്റെ, ബലഹീനതയുടെ, ദാരിദ്ര്യവും കാണിക്കണം നമ്മൾ. യാ ബറക്കത്തുൽ ആജിസ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഇത്ആം പരിപാടി, അത്തുഅമ എന്ന ഗ്രാഫ്റ്റിംഗ് പരിപാടി നമ്മളിലേക്ക് നൽകുന്നു. ഇവിടെ അടിസ്ഥാന ചെടിയിലുള്ളത് തഇമു ഗറാമൻ വസ്വബാബത്തു മശ്റബുൻ വൽഹുബ്ബു സൽവാഹും വമു ഔജാഉ. സൂഫി ഗുരുക്കന്മാര് പരിശുദ്ധ ഖുർആനിന്റെ ഉൾരസങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. തഇമു ഗറാമൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുനാഥന്മാർ ഇത് പാടിയപ്പോൾ ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ലാഹി എന്ന ആയത്തുമായി ബന്ധിപ്പിച്ച് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോഴാണ് അത്തുഅമ എന്ന ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം ഗുരുനാഥന്മാർ ശിഷ്യരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ചെടികൾക്കിടയിൽ സസ്യലോകത്ത് നടക്കുന്ന ഗ്രാഫ്റ്റിംഗ് പരിപാടിയിലേക്ക് നാം ബോധം ഉണരുകയാണ്. തഇമു ഗറാമൻ വസ്വബാബത്തു മശ്റബുൻ. പ്രണയമാണ് അവരുടെ ആധ്യാത്മജ്ഞാനം, പ്രണയമാണ് അവരുടെ ആത്മജ്ഞാന തീർത്ഥം. അവർ കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ സ്നേഹമാണ്, കാരുണ്യമാണ്. ഇലാഹിയായ, റബ്ബാനിയായ, ഉദാത്തമായ സ്നേഹമെന്ന ആ വെള്ളവും വളവും അവരെ സമീപിക്കുന്നവരിലേക്ക് അവർ നൽകിക്കൊടുത്ത് തഇമു ഗറാമൻ വസ്വബാബത്തു മശ്റബുൻ വൽഹുബ്ബു സൽവാഹും വമു ഔജാഉ. അവർക്ക് വിശപ്പുണ്ടായാലും അവർക്ക് ദാഹമുണ്ടായാലും അവരുടെ മുതല് അവര് വിശപ്പടക്കുന്നത്, ദാഹം തീർക്കുന്നത് വൽഹുബ്ബ്, ഈ മഹബത്തിൽ നിന്ന്. ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ലാഹ്. സയ്യിദന അലി, സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ മുതൽ തുടങ്ങിയ അഹ്ലുൽ ബൈത്ത് ലോകാവസാനം വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാഫ്റ്റിംഗ് നല്ല സത്യസന്ധമായ ഉദ്ദേശത്തോടെ ഒരു സദ്ഗുരുവിനെ സമീപിക്കുമ്പോൾ ആ മുരീദിൽ, ആ സാധകരിൽ ഉണ്ടായിത്തീരുന്ന ഭാവമാണിത്. അവരുടെ ഈമാനികമായ ഗുണങ്ങൾ, മഹബത്ത്, അത് ഓരോന്നും നമ്മളിലേക്ക് പകർന്നു വരുന്നു. ലോകത്തോട് മൊത്തത്തിലുള്ള സ്നേഹം, വിശാലമായ കാരുണ്യത്തിന്റെ ഭാവം, ഇതും കൂടെ ഈ പരിശുദ്ധ ഖുർആനിക ആലോചനയിൽ വായിച്ചെടുക്കുമ്പോൾ ഗുരുനാഥന്മാര് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം കള്ളുകുടിയന്മാരായിരുന്നു, മദ്യപര്, നിരീശ്വരര്, യുക്തിവാദികള്, അത്തരമൊരു ബോധം തന്നെ ഇല്ലാത്തവര്. അവരെയാണ് ആ ചെടിക്കൊമ്പുകളെ തന്റെ അടിസ്ഥാന ചെടിയിലേക്ക് അടുപ്പിച്ചു വെച്ച്
ഇത് രണ്ടും കൂടെ ഒന്നാക്കി തീർക്കുകയാണ്. അടിസ്ഥാന ചെടിയുടെ ഗുണം ഈ പുതിയ കൊമ്പിലേക്കും പുതിയ കൊമ്പിന്റെ എല്ലാവിധ അവസ്ഥയും ഗുരുവും അടുത്തറിയുന്നു. എത്രയെത്ര മാറ്റങ്ങൾ, ആകത്തുക മാറ്റമാണ്. ചില ശിഷ്യന്മാരിലെല്ലാം കാണുന്ന പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ വിപ്ലവാത്മകമായ അവസ്ഥ അത്ഭുതം തോന്നിപ്പോകും. അതെ, ആ അടിസ്ഥാന ചെടിയും അതിലേക്ക് ചേർത്ത് വെക്കുന്ന സ്റ്റോക്കും സേനും തമ്മിലുള്ള ഈ ബന്ധം, കാന്തവും ഇരുമ്പും തമ്മിലുള്ള ഈ ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അഹ്ലുൽ ബൈത്ത് അതാണ് നിർവഹിച്ചത്, ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറാ. സർവശക്തനായ അല്ലാഹുവിൽ നിന്നും സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അംഗീകാരത്തിന്റെ സ്വീകാര്യതയാണ് അവർക്ക് നേടാനുള്ളത്. അല്ലാഹുമ്മ ആമീൻ. നദ്റതൻ വസുറൂറ വലഖാഹും നദ്റതൻ വസുറൂറ. ആഹ്ലാദവും സന്തോഷവും പൊലിവുമാണ് അവർക്ക് നേടിയെടുക്കാനുള്ളത്. ഇഹലോക ജീവിതം തന്നെ അവർ സ്വർഗീയ സ്വഭാവത്തിലേക്ക് ഉയർത്തുന്നു. പരലോക ജീവിതത്തിൽ സ്വർഗത്തിന്റെ അഹ്ലുകാരായി മാറുന്നു. അഹ്ലുൽ ബൈത്ത് അവരിലേക്ക് ചെന്ന് ചേരുന്ന സാധകരെ അടുപ്പിച്ചു നിർത്തുന്നു, കൂട്ടിപ്പിടിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ഈ ഗ്രാഫ്റ്റിംഗ്, ഗുരുനാഥന്റെ സ്വഭാവം ശിഷ്യരിലേക്ക് അങ്ങനെ പരമ്പരാഗതമായി കൈമാറി വരുന്ന ആധ്യാത്മികമായ മാർഗങ്ങൾ. അല്ലാഹുമ്മ ആമീൻ. തഇമു ഗറാമൻ വസ്വബാബത്തു മശ്റബുൻ വൽഹുബ്ബു സൽവാഹും വമൂ ഔജഉ. അതെ, പരിശുദ്ധ ഖുർആനിലെ ഒരക്ഷരത്തെ, ഒരു പദത്തെ ഓരോന്നിനെയും എടുത്ത് വേർതിരിച്ച് ഇതളുകളാക്കി വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇത്രയും ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുക. ഇന്നമാനു തുഅമുക്കുല്ലി വജിഹില്ലാഹി എന്നത് ചരിത്രപരമായ ഒരു ഓർമ്മയിൽ ഒതുങ്ങാതെ, അത് ഭക്ഷണം കൊടുക്കുക എന്ന ഭൗതികമായ പ്രക്രിയയിൽ മാത്രം നിൽക്കാതെ, ആധ്യാത്മികമായ ഗ്രാഫ്റ്റിംഗ്, അത്തുഅമ അതിലേക്കും കൂടെ വിശാലമായാൽ അത് പക്ഷെ താത്വികമായി ദർശനപരമായി ലഭിച്ചാൽ പോരാ. ആദരണീയ ഗുരുനാഥന്മാരുടെ ആ വിശാല സ്വഭാവ ഗുണങ്ങൾ നമ്മളിലേക്ക് പകർന്നു കിട്ടണം. ലഭിക്കും, സ്വാഭാവികമാണത്. അല്ലാഹുമ്മ ആമീൻ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آمين.